ഹലോ, അങ്ങനെ നമ്മുടെ ഗോവയിലെ ആദ്യത്തെ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഡിന്നർ കഴിക്കുന്നവരെയാണ് കണ്ടത്. അങ്ങനെ ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് റൂമിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ബാഗ ബീച്ചും ടിറ്റോസ് ലൈനും കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാഗ ബീച്ചിൽ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് പോയത്. ടിറ്റോസ് ലൈനും നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. രോഹിത് ഞങ്ങളെ ടിറ്റോസ് ലൈനിൽ ഇറക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടിറ്റോസ് ലൈനിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കുറേ നടന്ന്. അപ്പോൾ അതെ, ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. മെയിനായിട്ട് ഒത്തിരി ഷോപ്പുകളുണ്ട്, അതുപോലെ നൈറ്റ് ക്ലബ്ബുകളുണ്ട്, ഒത്തിരി സ്പാ സെൻറ്റർ ഉണ്ട്, ടാറ്റു ഷോപ്പ് ഉണ്ട്, ലിക്കർ ഷോപ്പ് ഉണ്ട്. അങ്ങനെ ലേഡീസിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ ഒത്തിരി ഫാൻസി ആൻഡ് ഡ്രസ്സുകളുടെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സ്ട്രീറ്റ് മാർക്കറ്റിങ്ങിന് പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഒരു ടിറ്റോസ് ലൈൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ നൈറ്റ് ക്ലബ്ബാണ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സിനൊക്കെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലേസ് കൂടി ആയിരിക്കും ഇത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഐ ലവ് ടിറ്റോസ് എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ പിടിച്ച് നിൽക്കുന്ന കുറേ ലേഡീസിനെയൊക്കെ കാണാം കേട്ടോ. അവർക്ക് ഫോട്ടോയിലൊന്നും വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ആ ഒരു ഫേസ് ഇങ്ങനെ കവർ ചെയ്ത് പിടിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ കണ്ടതുപോലെ തന്നെയുള്ള ഒരുപാട് ക്ലബ്ബുകൾ ഇവിടെ ഉണ്ട് ഈ ഒരു ടിറ്റോസ് ലൈനിൽ. അപ്പോൾ ഇതൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു ബാറും റെസ്റ്റോറൻറ്റും കൂടി ചേർന്നിട്ടുള്ളൊരു ഏരിയ ആണിത്. ഈ ഒരു സൈഡിൽ കണ്ട ഇതൊരു ലിക്കർ ഷോപ്പാണ്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ലിക്കർ വാങ്ങിയിട്ട് ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയിരുന്ന് കഴിക്കാം. ഇതൊരു നൈറ്റ് ക്ലബ്ബാണ്. എല്ലാത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ ഗ്യാങ് പോലെ കൂടി നിൽക്കുന്നൊരു കാഴ്ചയൊക്കെ കാണാം കേട്ടോ നമുക്ക്. ഓരോരുത്തർക്ക് പല പല ഇഷ്ടങ്ങളായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് നൈറ്റ് ക്ലബ്ബ് എക്സ്പ്ലോർ ചെയ്യാനായിരിക്കും ഇഷ്ടം, ചിലവർക്ക് ഇങ്ങനെ ചുമ്മാ കാഴ്ചകളോട് നടക്കാനായിരിക്കും ഇഷ്ടം, ചിലവർക്ക് ബിയർ വാങ്ങി ഇവിടെ ഇരുന്ന് കഴിക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനെ ഏത് രീതിയിലുള്ള ആൾക്കാർ വന്നാലും അവർക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളൊരു സ്ഥലം കൂടിയാണ് ടിറ്റോസ് ലൈൻ. പർച്ചേസിങ് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടന്ന് നമുക്ക് ഡ്രസ്സോ വേറെ എന്തെങ്കിലും ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിലും ചെയ്യാൻ പറ്റും. ഞങ്ങൾ കൂടുതലും ഈ ഒരു ടിറ്റോസ് ലൈനിൽ കൂടെ ഇങ്ങനെ നടന്ന് തന്നെയാണ് കൂടുതൽ കാഴ്ചകൾ കണ്ടത് കേട്ടോ. നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കാണുക എന്ന് പറഞ്ഞാലും അതൊരു പുതിയ അനുഭവം തന്നെയാണല്ലോ. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ അത് വാങ്ങിക്കാൻ ആ ഒരു ഇഷ്ടം ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഫാമിലി ആയിട്ടും ആളുകൾ വരുന്നുണ്ട് ഈ ഒരു സമയത്തും. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ സമയം എന്ന് പറഞ്ഞാൽ ഒരു 11, 11:30, 12 മണി ഏകദേശം ആ ഒരു ടൈം വരെ നമുക്കിവിടെ ടിറ്റോസ് ലൈനിലും ബാഗ ബീച്ചിലും സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം നമ്മുടെ പാക്കേജിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒത്തിരി സമയമുള്ളതുകൊണ്ട് ഫുള്ളിങ്ങനെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടന്നതിന് ശേഷം ബാഗ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടിറ്റോസ് ലൈനിൽ കുറേ നേരം നടന്ന് ഞങ്ങൾ ലാസ്റ്റ് ബാഗ ബീച്ചിൻ്റെ ആ ഒരു എൻട്രി പ്ലേസിലെത്തി കേട്ടോ. ഇതുവഴിയാണ് ഞങ്ങൾ ബാഗ ബീച്ചിലേക്ക് കയറിയത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ആർച്ച് പോലെയൊക്കെ വെച്ചിട്ട് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ ബാഗ ബീച്ചിലേക്കുള്ള എൻട്രൻസ്, വേറെ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വഴിയിൽ കൂടിയൊക്കെ നടന്ന് നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ മ്യൂസിക്കൊക്കെ വെച്ച് എല്ലാവരും കുറേ പേര് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ലേഡീസും ജെൻസും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയണേ, പെയറായിട്ടൊക്കെ ഡാൻസ് ചെയ്യാം, ഗ്രൂപ്പായിട്ട് ഡാൻസ് ചെയ്യാം. അങ്ങനെ ഡാൻസ് ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബീച്ചിൻ്റെ സൈഡിലേക്ക് വരാൻ നേരത്ത് ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ ഡൈനിങ് സ്പേസുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പല പല സെക്ഷനായിട്ട്. ഇത് ഒറ്റ ഒരു ഇതല്ല, പല റെസ്റ്റോറൻറ്റുകാരും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഏരിയ തിരിച്ചിട്ട് അവരിങ്ങനെ പല പല ഡൈനിങ് സ്പേസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് വേണം ഈ ഒരു ഡൈനിങ് സ്പേസ് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു ഡിന്നർ നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഡൈനിങ് സ്പേസ് ബുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ബുക്കിംഗ് ഉള്ളവർക്ക് മാത്രമേ ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് എൻട്രൻസ് ഉള്ളൂ. ജസ്റ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ നടക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെയറിലിരിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ ചെന്ന് ബുക്ക് ചെയ്താലാണ് നമുക്ക് ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് കിട്ടുന്നത്. പിന്നെ പല സ്ഥലങ്ങളിൽ ഇതുപോലെ പല പല ഷേപ്പിൽ ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ട് ഫുള്ളിങ്ങനെ അവർ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിലും കുറച്ച് നല്ല വിഷ്വൽസാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുമ്പോഴും വേറൊരു രീതിയിലാണ് ഇവരിവിടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. സ്റ്റാർ ആ ഒരു ടൈപ്പ്, പിന്നെ ഐ ലവ് ഗോവ, ബാഗ ബീച്ച് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ലൈറ്റ് കൊണ്ട് തന്നെ
ഫുള്ള് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോണി ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഉണ്ട്, നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഈ ഒരു രാത്രി ഇങ്ങനെ ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു സെറ്റിങ്സൊക്കെ അറേഞ്ച്മെൻറ്റ്സൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ബീച്ചിൻ്റെ വൈബിലിരുന്നുകൊണ്ട് ഡിന്നർ കഴിക്കാം. അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ബീച്ച് സൈഡിലൊക്കെ നടന്നും അവിടെ ഇരുന്നും ഒക്കെ ബിയർ കഴിക്കാനോ ഫുഡ് കഴിക്കാനോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ഡൈനിങ് സ്പേസ് വേണ്ട എന്നുള്ള ആൾക്കാർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുള്ള് ഇവിടെ ബാഗ ബീച്ചും ഡിറ്റോസ് ലൈനൊക്കെ കണ്ട് അങ്ങനെ ഫുൾ എൻജോയ് ചെയ്തു. അങ്ങനെ ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ട് തീർന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാഴ്ചകളും ഈ ഒരു ടിറ്റോസ് ലൈനിലെ കാഴ്ചകളും ബാഗ ബീച്ചിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.